ചോദിക്കുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ബ്ലാങ്കറ്റ് പുതക്കാറുണ്ടോ? ബ്ലാങ്കറ്റ് പുതക്കാറുണ്ടോ എന്ന് വെച്ചാൽ പരസ്ത്രീ ബന്ധമുണ്ടോ? ഞാൻ അദ്ദേഹം പറയുന്ന ഉണ്ട്, അതിനെന്താ കുഴപ്പമെന്ന്. ഞാൻ പറയുന്നത് ലോകത്തെ സാഹിത്യ ആരായാലും പുറത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹം ഹിന്ദുമതം സ്വീകരിച്ചു. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ അതുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നത് ആണും പെണ്ണും വിവാഹം കഴിക്കുന്നതിന് എന്താണ് അതിന്റെ ആവശ്യം, എന്താണ് അതിന്റെ ആവശ്യം എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ എന്റെ ട്രെയിൻ യാത്രകളിലും ബസ് യാത്രകളിലും സ്ത്രീകളുടെ വിവിധ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ തൊടാറുണ്ട്. അവർക്ക് അതിന് പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. എന്റെ ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ കിടക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അനുവദിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് ലോകത്ത് മനുഷ്യരെ മ്ലേച്ഛന്മാരാക്കിയത്. ഇങ്ങനെയുള്ള ആളുകളാണ് ലോകത്ത് കേടുവരുത്തിയത്. നേരെ മറിച്ച് എനിക്ക് ഉറപ്പുണ്ട്, എത്ര ഭീകരമായ സദസ്സിൽ പോലും കയറി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെക്സ് കേസിൽ വെക്കുന്നത് ഭീമാപള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ്. കേരളത്തിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ക്രൈം റിപ്പോർട്ട് ഏറ്റവും വലുത് ഭീമാപള്ളിയുടെ പരിസരത്താണ്. അതിന്റെ ഉള്ളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഏറോ കിട്ടിയിട്ടുണ്ട്, തല്ലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എത്രയോ യുവാക്കളെ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു 100 കൊല്ലം ശ്രമിച്ചാൽ കഴിയാത്തതാണ് കൊട്ടേഷൻ പാർട്ടിയിലെ പലരെയും മദ്യത്തൊന്നും മയക്കുമരുന്ന് മുക്തമാക്കി നല്ല പ്രവർത്തകരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞാനതൊരു അഭിമാനം പറയില്ല. ഇച്ഛാശേഷി ഉണ്ടെങ്കിൽ ലോകത്തിൽ ഏത് വൃത്തികെട്ടവരെയും വീണ്ടെടുക്കാൻ കഴിയും എന്ന വിശ്വാസക്കാരനാണ്. അതിനെ അവരെ സ്നേഹിക്കണം, അവരെ സ്നേഹിച്ചു തുടങ്ങണം. അവരൊക്കെ മോശക്കാരാണെന്ന് പറഞ്ഞു തുടങ്ങിയാൽ അതുണ്ടാവില്ല. മറിച്ച് അവരെ കൂടെ നിന്ന് ശക്തമായ ദൈവബോധത്തിലൂടെ അവരെ നന്നാക്കിയെടുത്ത ഒരു വലിയ ചരിത്രമാണ് ലോകത്തിന് മതത്തിനുള്ളത്. മതത്തിന്റെ ചരിത്രം അതാണ്. ആ മതത്തിനെ അത് കഴിയുമെന്ന് ആർണോൾഡ് ടോയംബി വെറുതെ പറഞ്ഞതല്ല, ബോധപൂർവം പറഞ്ഞതാണ്. യഥാർത്ഥ മതമാണ് അതിനുള്ള പരിഹാരം എന്ന് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഇപ്പോ പല പ്രശ്നങ്ങളുണ്ട് ഈ ഡ്രഗ്സിന് അടിമപ്പെടുന്ന ആൾക്കാർ, ഫാമിലി, പല ഇതൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടിട്ട് എന്താ ചെയ്യും? അതായത് പല സന്ദർഭങ്ങളിലും പല കാരണം കൊണ്ടും ഇതുപോലെയുള്ള മയക്കുമരുന്ന് മദ്യത്തിനൊക്കെ അടിമപ്പെട്ടു പോയ ആളുകൾ ഉണ്ട് എന്നാണ്. ഈയിടെ 40 മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ വരുത്തിയിട്ട് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് എഴുതിയിട്ടുള്ള മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്കിതിൽ പഠിക്കാനുള്ള ഒരു കാര്യം, ഒരാളിലെ നമ്മൾ ഏറ്റവും അന്തർമുഖനായ ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി ആ ക്ലാസ്സിലെ ഏറ്റവും വൃത്തികെട്ടൊരു കുട്ടിയെ ഞാൻ പറയുന്ന ആ കുട്ടിയായിരിക്കും അവന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും നല്ല മകൻ. ആ കുട്ടിയായിരിക്കും, ആ പെൺകുട്ടിയായിരിക്കും അവളുടെ വീട്ടിലെ ഏറ്റവും ശാന്തപ്രകൃതക്കാരിയായി. പക്ഷെ എങ്ങനെ അവൾ കലാപകാരിയായി? ആ രംഗിങ്ങനെ പരിശോധിച്ച് കുറച്ച് പിറകോട്ട് പോയാൽ അവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരു മകൻ മദ്യപാനത്തിന് അടിമയാണ്, ഭയങ്കരമായ അടിമയാണ്. അപ്പൊ ആ വിഷയം സംസാരിക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ സ്വകാര്യമായി ബാപ്പ അവനെ നന്നായി തല്ലുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവൻ മദ്യപിച്ചിട്ടാണ് തല്ലുന്നത്. പക്ഷെ ആ കുടുംബത്തിൽ ഇങ്ങനെ ചെന്നപ്പോൾ മനസ്സിലായി ബാപ്പയുടെ ചില പെരുമാറ്റങ്ങളാണ് മക്കളെ കേടുവരുത്തിയത് മനസ്സിലായി. ബാപ്പ ഒരു ഭീകര ജീവിയായിട്ടാണ് ആ മകന്റെ മനസ്സ് സ്ട്രൈക്ക് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഒരു 4 ദിവസം രാത്രി 5 മണിക്കൂറൊക്കെ സംസാരിച്ച് നേരം എടുത്തു പോയ ദിനങ്ങളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് പറയുന്നത്. ആ സംസാരം കഴിഞ്ഞ് ഇന്ന് ഞാൻ കോയമ്പത്തൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഫോൺ കോൾ എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഒരിക്കലും ഇത്ര വലിയൊരു സ്നേഹവും ബന്ധവും ആ മകനും ഉപ്പയും വെച്ച് പുലർത്തി ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് ആ വീട്ടിലേക്ക് പുതുതായി കടന്നു വന്ന മരുമകൻ എന്നെ വിളിച്ചു പറയാൻ. ഞാൻ അവിടെ മനസ്സിലാക്കുന്നു, 5 ദിവസം ഞാൻ മെനക്കേട്ടപ്പോ 10-30 കൊല്ലം ബാപ്പയും മകനും തമ്മിലുള്ള എല്ലാ പിണക്കങ്ങളും തീർന്നു. ബാപ്പ മകനെയും മനസ്സിലാക്കി, മകൻ ബാപ്പയെയും മനസ്സിലാക്കി. ബാപ്പയുടെ തെറ്റെന്തായിരുന്നു? ഒരു ഭീകര ജീവിയായി മക്കളുടെ മനസ്സിൽ നിന്ന്. അതിൽ നിന്ന് മക്കൾ ബാപ്പാനെ വെറുത്തു, പല ആളുകളെയും ഇഷ്ടപ്പെട്ടു. അവരോടൊപ്പം ചേർന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരവരെ ചെറുപ്പത്തിൽ തന്നെ മിസ്യൂസ് ചെയ്തു. സൊഡോമി പോലെയുള്ള കാര്യങ്ങളിൽ അവർ ഉപയോഗപ്പെടുത്തി തുടങ്ങി. അങ്ങനെ പിന്നീട് പല തിന്മകൾക്കും അവൻ അടിമയായി. സ്നേഹം കിട്ടാത്ത, നിങ്ങൾ നോക്ക്, ഒരു ടാങ്ക് നിറയെ ശുദ്ധജലം, ആ ശുദ്ധജലത്തിൽ നിന്ന് വാട്ടർ ടാപ്പിലൂടെ വെള്ളം എടുക്കുമ്പോൾ എന്താ കിട്ടുക? നല്ല ശുദ്ധജലം. അത് മുഴുവനും ചളിവെള്ളാണെങ്കിലോ വാട്ടർ ടാപ്പ് തുറന്നാൽ ചളിവെള്ളം കിട്ടുക. അച്ഛനും അമ്മയും സ്നേഹത്തിന്റെ മഹാപ്രവാഹമായാൽ മക്കൾ കേടുവരില്ല. പല കുട്ടികളും കേടുവന്നു പോകുന്നത് പോലും അച്ഛനമ്മമാരിൽ നിന്ന് കൃത്യമായി ഇത് കിട്ടാത്തത് കൊണ്ടാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ പറയും, ഒരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കണം. ഒരു നല്ല കൂട്ടുകാരൻ, റജുലാനി തഹാബാ ഫില്ലാഹ്, ദൈവത്തിന് വേണ്ടി സ്നേഹിക്കുന്ന കൂട്ടുകാർ. തിന്മക്കൊരിക്കലും പരസ്പരം സഹായിക്കില്ല. എല്ലാ നന്മയിലും അവർ ഒന്നിച്ചായിരിക്കും, തിന്മയിൽ അവർ പരസ്പരം പോലും സഹായിക്കില്ല. നന്മയിൽ മാത്രമുള്ള നല്ലൊരു കൂട്ടുകാരൻ. നിങ്ങൾ പലപ്പോഴും ആലോചിച്ചു, ഞാൻ വിചാരിച്ചിരുന്നത് ഒരു മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചിരുന്ന അയാൾ നല്ല ക്ലോസ് ആയിരിക്കില്ലേ,
അയാളുടെ ജീവിതത്തിൽ ഒരു വലിയ ട്രാജഡി ഉണ്ടായപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, തൻ്റെ ഹൃദയത്തിന്റെ ദുഃഖങ്ങൾ പറയാൻ നല്ലൊരു ആത്മസുഹൃത്തിനെ അയാൾ കണ്ടെത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല. അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നം അതായി. ആത്മസുഹൃത്തായി എന്നെ കാണാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്നെ ഓരോ ദിവസം വിളിക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ നിങ്ങൾക്ക് ഉഷാ വില്യംസിന്റെ പുതിയ പഠന റിപ്പോർട്ട്, ഉഷാ വില്യംസിന് അറിയാലോ, മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിൽ അറിയപ്പെട്ട ഒരു എഴുത്തുകാരിയും പിന്നെ നമ്മുടെ ജസ്റ്റിസ് ശ്രീദേവി, അവരുടെ പഠന റിപ്പോർട്ടിലുള്ള പ്രധാനമായ ഒരു പോയിന്റിൽ ഒന്നെന്താന്ന് ചോദിച്ചാല്, ആത്മമിത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ. ആരോടിത് പറയും? ആരോടെ ഞാനിത് പങ്കുവെക്കുക? ഞാനിത് പങ്കുവെച്ച ആരെ എന്നെ ഉൾക്കൊള്ളുക? ഈ ഒരു ബോധം മനുഷ്യർക്കിടയിൽ. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും അയാളുമായി ഡിസ്കസ് ചെയ്യാം. അയാൾ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ, അയാൾ കൃത്യമായ ഒരു മാർഗരേഖ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ട് ഡൈവേഴ്സ് ആകാൻ പോവുകയാണ്. 10 ദിവസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് അവരെന്റെ മുമ്പിൽ ഡൈവേഴ്സ് ആകാൻ വേണ്ടി വരികയാണ്. പക്ഷേ അന്ന് ഞാൻ ഒരു മണിക്കൂർ ഞാൻ അവരായിട്ട് സംസാരിച്ചു. ഇപ്പൊ എന്താ അവരുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, അവരെ പോലെ നല്ലൊരു ഭാര്യയും ഭർത്താവും ഇല്ലേ. ഇതെങ്ങനെ സാധിച്ചു? എന്താ അത്ഭുതം? ഇവിടെ വല്ല മേജിക്കും കാണിച്ചോ? ഇല്ല. ജീവിതത്തിൽ അവൾക്കുള്ള വീക്ഷണം തെറ്റാണ്, അവനുള്ള വീക്ഷണവും തെറ്റാണ്. അവൾക്ക് അവനെ കുറിച്ചും അവൻ അവളെ കുറിച്ചുള്ള വീക്ഷണം തന്നെ തെറ്റാണ്. അത് ശരിയാക്കി അവരൊരു റൂട്ടിലെടുത്ത് കയറ്റി കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ നൈറ്റിൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്നെ രണ്ടാളും വിളിക്കണം. രണ്ടാളും ഒരു സ്ഥലത്തിരുന്ന് എന്നെ വിളിക്കണം. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ നിങ്ങൾ അവലംബിക്കണം. 10 ദിവസം കൊണ്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഒരു ഡോക്ടറെ പോലെ നമ്മൾ അവിടെ പ്രവർത്തിച്ചു. അവിടെ എന്തുണ്ടായി? വമ്പിച്ച ഒരു 1000-ലധികം കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് എനിക്ക് തീർക്കാൻ കഴിയാത്ത 2 പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നു. അത് അവരുടെ വാശി മാത്രമേ. അവര് വമ്പിച്ച വാശിയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതൊഴിച്ചു നിർത്തിയാൽ, എൻ്റെ പഠനത്തിൽ നിന്ന് നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, സ്നേഹമില്ലാത്ത ഒരു ലോകത്തന്നെ നമ്മൾ ജീവിക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കൂടി. പരസ്പരമുള്ള പ്രേമല്ല സ്നേഹം എന്ന് നിങ്ങൾ ശരിക്കും, അത് താൽക്കാലികം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കൃത്രിമമാണ്. ആത്മാർത്ഥമായ സ്നേഹമാണ്. അമ്മനെ വെറുക്കും ഒരാള്. 20 കൊല്ലം ജീവിപ്പിച്ച് പോറ്റിയ വളർത്തിയ അമ്മയെ വിട്ടിട്ട് 2 വർഷമുള്ള ഒരുത്തിന്റെ കൂടെ പോകാൻ കഴിയൂ? അത് ഏതാ മാനദണ്ഡം? എനിക്ക് ഇന്ന് മനസ്സിലായി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഷബന, ഞാനൊരു പ്രസംഗം നടത്തിയപ്പോൾ ഒരു പിതാവ് എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എൻ്റെ മകളിങ്ങനെ മറ്റൊരു മതത്തിലെ പയ്യനുമായി ഇഷ്ടത്തിലാണ്, 5 വർഷമായി. അവൾ ഒരിക്കലും ഇതിൽ നിന്ന് ഉപേക്ഷിക്കില്ല. ഞാനാകട്ടെ ഒരു സമൂഹത്തിലെ കുറച്ച് ഉയർന്ന ഒരു നിലവാരത്തിലുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ ആ കുട്ടിയുടെ അടുത്ത് പോയിരുന്നു, മോളെ എത്ര വർഷം? അപ്പോൾ പറഞ്ഞ 5 വർഷമായി. ശരി, ഈ 5 വർഷം നീ അവനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? നല്ലൊരു മനുഷ്യനാണ്. ശരി, നിന്റെ ഉപ്പ മഹാമോശാണോ? അല്ല. നിന്റെ അമ്മ മഹാമോശാണോ? അല്ല. അവര് നിന്നെ എത്ര 22 കൊല്ലമായി. 22 കൊല്ലം നിന്റെ ഉമ്മക്ക് നിന്നോട് എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയില്ല? വഞ്ചിച്ചിട്ടുണ്ടോ? ഇല്ല. ചതിച്ചിട്ടില്ല. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അതെ. നീ പഠിച്ച് ഏറ്റവും മിടുക്കിയാകാൻ വേണ്ടി നിനക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ നിന്റെ ഉമ്മയുപ്പയാണ്. അതെ. എങ്കിൽ അവരെ നിനക്ക് എങ്ങനെ ചതിക്കാൻ കഴിയും? ആ ചോദ്യം അവളുടെ മനസ്സിൽ വെള്ളടി പോലെ എനിക്കുണ്ട്. അവൾ അവനുമായി പിന്നെ എൻ്റെ മുമ്പിൽ വെച്ച് ഫോണിൽ സംസാരിച്ചു. ഈ പോയിന്റ് അവൾ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന, 5 കൊല്ലത്തിന്റെ സ്നേഹം കണ്ട് നിങ്ങളുടെ കൂടെ വന്നാൽ 20 കൊല്ലത്തിന്റെ സ്നേഹം വില വെക്കാത്ത ഞാൻ നാളെ ഒരു പക്ഷേ 5 കൊല്ലത്തിന്റെ സ്നേഹം വില വെച്ചില്ലെന്ന് വരാം. അതുകൊണ്ട് ഞാൻ തിരിച്ചു നടക്കുകയാണ് എൻ്റെ അച്ഛനമ്മമാരിലേക്ക്. മാറ്റമാണ്. ഇടപെടുന്നിടത്താണ് മാറ്റം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ലോകത്ത് എവിടെ കയറി ചെന്നാലും, ഏത് ഗല്ലികളിൽ എത്ര വലിയ അക്രമിയുടെ അടുത്തും കയറി ചെന്നാൽ സമാധാനപരമായി. എനിക്കറിയാം, ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരാളെ എന്നെ കൊല്ലാൻ നടന്നു കുറേ ദിവസം, കത്തിയും അങ്ങനെ ഞാൻ ആരും അറിയാതെ അയാളുടെ വീട്ടിൽ കയറി ചെന്നു. അയാളോട് പറഞ്ഞു, ഞാൻ ഹനീഫ് ഖാ, ഞാനാണ്, ബാലുശ്ശേരിയാണ്, നിങ്ങൾക്ക് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റക്കാണ്, നിങ്ങൾ എന്നെ കുത്തിക്കൊള്ളിയാണ്. അതോടുകൂടി അയാൾ ഡൗൺ ഇല്ലേ? അയാൾ എന്തിന്റെ ഏറ്റവും നല്ല ശിഷ്യനാണ്. മനുഷ്യൻ വിചാരിക്കുന്നു എല്ലാവരും കുറ്റവാളികളാണ്. ശരിക്കും ആയുധമെടുക്കുന്നവരൊക്കെ ഏറ്റവും ശാന്തരായിരുന്നു. അവർ ആയുധമെടുപ്പിച്ച് പ്രകോപിപ്പിച്ച് ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടാവും. അത് ശരിക്കും പഠിപ്പിച്ചിട്ട് അതവിടെ ബോധവൽക്കരിച്ചു കൊടുത്താൽ ഒരു വിധപ്പെട്ടവരൊക്കെ നന്നാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ ബന്ധപ്പെടാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ നാട്ടിലെ അരികത്ത് തന്നെയാണ് എൻ്റെ വീടും. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ബൈക്ക് അപകടത്തിൽ മരിച്ചു. ശരിക്കും മുഖം 2 സൈഡ് മുഖം കാണാൻ തന്നെ പറ്റിയില്ല. ബസ്സിൻ്റെ ഇടയിൽപ്പെട്ടാണ് മരിച്ചത്. കോയമ്പത്തൂർ ഇവിടെ CMS-ൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരു കള്ളിനെ പറ്റി ഡ്രഗ്സിനെ പറ്റി ചോദിച്ചാൽ അവർ വരും, ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ടൈം
15 ഏജ് മുതൽ 25 വരെയാണ്. ഈ ഒരു പ്രായത്തിൽ മിനിമം ഒരു കള്ളുകൂടി, സിഗരറ്റ് വലി, കഞ്ചാവ് അതെല്ലാം ഒരു നല്ലത് തന്നെയാണ് അവർ പറയുന്നത്. എല്ലാം കുറച്ച് ചെയ്യണം, പക്ഷെ ഒരു 50-60 ഏജ് എത്തിയാൽ എല്ലാം ദൈവത്തിനോട് തൗബ ചെയ്ത് അത് പൊറപ്പിക്കാം. കുറെ ഫ്രണ്ടിൻ്റെ അടുത്തും കിട്ടിയ ഒരു മറുപടി അതാണ്. പക്ഷെ ഞാനും നിങ്ങളെ പോലെ ഒരു മുസ്ലിമാണ്. മുസ്ലിമായ മതത്തിൽ നമ്മൾ കള്ളുകൂടി, കഞ്ചാവ്, റബ്ബ്, അള്ളാഹു തൗബ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായം? അതായത് 25 കഴിഞ്ഞ് 40 എന്ന് ആര് പറഞ്ഞു നമ്മളോട്? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മരിക്കുന്ന യുവാക്കളാണ്. നിങ്ങൾ ശരിക്കും 15 വയസ്സിന്റെയും 40 വയസ്സിന്റെയും ഇടയിലുള്ളവരാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. ഋഷാദ് സിംഗിന്റെ കണക്കനുസരിച്ച്, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഗതാഗത മരണത്തിൽ ഏറ്റവും കൂടുതൽ ആരാ മരിക്കുന്നത്? മദ്യപാനികളും മയക്കുമരുന്ന് അനുഭവപ്പെട്ടവരും. ആര് പറഞ്ഞ 50 മുതൽ 60 വരെ ദൈവത്തോട് പശ്ചാത്തപിക്കാൻ ദൈവം സമയം തരും? ഇനി ആ പറഞ്ഞ വാചകം എടുത്തിട്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. 18ന്റെയും 25ന്റെയും ഇടയിലാണ് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറഞ്ഞല്ലോ. ഒരു യുവാവിന്റെ ഏറ്റവും നല്ല കാലഘട്ടം മദ്യപിച്ചും കൂത്താടിയും ചെലവഴിച്ചിട്ട് ആ കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടമെങ്കിൽ അതിനെ ഏറ്റവും നന്നായി പ്രയോഗിക്കല്ലേ വേണ്ടത്? അതിനെ ഏറ്റവും നന്മയിൽ പ്രയോഗിക്കല്ലേ വേണ്ടത്? ഏറ്റവും യൗവനുള്ള കാലഘട്ടം. ആ യൗവനുള്ള കാലഘട്ടത്തിൽ സമൂഹത്തെ സേവിക്കാനും ശ്രദ്ധിക്കാനും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു നാട്ടിൽ ഒരു 50 യുവാക്കൾ ഇറങ്ങി മദ്യഷാപ്പ് ഇവിടെ വെക്കൂല എന്ന് പറഞ്ഞവര് ജീവിതം അതിനുവേണ്ടി അങ്ങോട്ട് ഒഴിഞ്ഞു വെച്ചാൽ ഏത് സർക്കാർ മുട്ടുമാണ് നടക്കില്ലേ? യുവാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ നടക്കുന്ന തിന്മകൾ, നമ്മുടെ തിന്മയിൽ നമ്മൾ യുവാക്കളായതുകൊണ്ട് യുവാക്കളെ തടുക്കാൻ ഞങ്ങളെ പോലത്തെ കഴിയില്ല. നേരെ വെച്ച് യുവാക്കളെല്ലാം ആ കാലയളവ് ഏറ്റവും നല്ല ഉപയോഗിക്കാൻ തീരുമാനിച്ചാലോ? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാചകമുണ്ട്, 100 യുവാക്കളെ തരൂ, പെപ്സി കുടിക്കാത്ത, കള്ളു കുടിക്കാത്ത, പുകവലിക്കാത്ത കേരളത്തെ മോചിപ്പിച്ചു തരൂ. 100 യുവാക്കളെ എന്റെ കൂടെ നിർത്തി തരൂ. ഒരു AK-47 വേണ്ട, ഒന്നും വേണ്ട. 100 യുവാക്കളൊന്ന് നന്നായാൽ മതി. അവരൊരു തിന്മയും ചെയ്യില്ല തീരുമാനിക്കട്ടെ. അവരൊരു പെണ്ണിനെയും വഞ്ചിക്കില്ല, അവരൊരു പെണ്ണിനെയും പീഡിപ്പിക്കില്ല, അവരാരെയും നശിപ്പിക്കില്ല. നന്മ മാത്രം ചെയ്യുന്ന ഒരു 100 യുവാക്കളെ കയ്യിൽ തരൂ, ലോകം നന്നാവും. അതുകൊണ്ട് ആ സംഭവത്തിന് യാതൊരു പിന്നെ ഏത് തിന്മയും ദൈവം നമുക്ക് പുറത്തു. ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കൺസെപ്റ്റ്, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. ദൈവത്തോട് മനസ്സ് തട്ടി പ്രാർത്ഥിക്കും, ഇനി ഞാൻ ഈ തിന്മ ചെയ്യില്ല, ദൈവമേ നിന്റെ മനസ്സിനൊരു ഉറപ്പ് തരണേ, ഈ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എൻ്റെ മനസ്സിനൊരു ഉറപ്പ് തരണേ. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട രാജ്യത്ത് കുറെ കാലം ജീവിച്ച ഒരാളാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട എല്ലാ തിന്മകളുള്ള നമ്മുടെ മുമ്പിലൂടെയാണ്. ഏത് ലബനാനി പെണ്ണിന്റെ സൗന്ദര്യം ലോകത്തൊരു പെണ്ണിനുണ്ടോ? അവർ ഏറ്റവും കൂടുതൽ ജീവിച്ച നാടുകളിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമുക്കൊരു തിന്മയും ചെയ്യാൻ തോന്നില്ല. കാരണം നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ, നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ നന്മ ചെയ്യാനുള്ള ടെൻഡൻസി, അതിനാണ് നല്ല സുഹൃത്തുക്കളെ കൂട്ടണം, നല്ലതിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന. ഞാൻ എൻ്റെ കൂടെ തിരുവനന്തപുരത്തുള്ള എൻ്റെ മുഹമ്മദ് ചിസ്തിയുണ്ട്. സംഗീതവും സിനിമയും ഒക്കെ ഇത് കൂടിയിരുന്ന എൻ്റെ മുഹമ്മദ് ചിസ്തി. ഞാൻ ചിസ്തിനോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ ഇപ്പൊ കുറഞ്ഞ കാലം നീ ജീവിച്ചുവല്ലോ, എൻ്റെ കൂടെ ജീവിച്ചപ്പോൾ നിനക്ക് എന്തു തോന്നി? അവൻ ഇന്നലെ എന്നോട് പറഞ്ഞത്, 3 ബന്ധങ്ങളുടെ പവിത്രത ഞാൻ അങ്ങയോടൊപ്പം പഠിച്ചു. ഒന്ന്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ മഹാപവിത്രത. 2, മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ മഹാപവിത്രത. ഇന്നലെ ഏറ്റവും തിരക്ക് പിടിച്ച് ഓടി വന്ന് ഞാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അവൻ എന്നോട് ചോദിച്ചത്, ഉമ്മന്റെ അടുത്തേക്കാണോ പോണ്? അതേടാ, ഉമ്മനെ കണ്ടിട്ട് ഉമ്മ പ്രാർത്ഥിച്ചിട്ട് വേണം അടുത്തതിന് പോകാൻ. ഉമ്മന്റെ അടുത്ത് പോയി കുറച്ചു സമയം ഇരുന്നിട്ട് അങ്ങനെയാ വന്നത്. ഞാൻ പറയും, ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിന്റെ കല്യാണമായിരുന്നു. അപ്പൊ ഒരു AWH ഒരു ഹൈന്ദവ അധ്യാപകൻ അവിടെ വന്നു. 15 മിനിറ്റേ ഞാൻ അവിടെ സംസാരിച്ചു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ആ മനുഷ്യൻ എന്നോട് ചോദിക്കണം, ആ ഹിന്ദു മാഷ്, നിങ്ങളൊന്ന് ഞാൻ വിളിച്ചാൽ വരൂ? ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ സാർ വരേണ്ടത്? എൻ്റെ കുടുംബത്തിൽ ചില പ്രോബ്ലം ഉണ്ട്, നിങ്ങളൊന്ന് സംസാരിക്കൂ. ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം നമുക്ക് എന്തുണ്ട്? ജാതിയും മതവും മറന്ന് എല്ലാ മനുഷ്യരും സ്വീകരിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടെങ്കിൽ, എൻ്റെ യൗവനം അതിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയല്ലേ അതിനുപയോഗിക്കേണ്ടത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം പെപ്സി കഴിച്ചൊരു പയ്യൻ മരിച്ചിരിക്കണു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം, അതായത് കോളയിൽ നമ്മുടെ പല്ല് കുത്തി കഴിച്ചിട്ടാല്, നമ്മുടെ 2 പല്ല് കുത്തിയെടുത്തിട്ട് കോളയിലിട്ടാൽ കുറഞ്ഞ ദിവസം കഴിഞ്ഞാൽ പല്ല് കാണൂല. എന്തേ? പല്ലാരും മോഷിച്ചതല്ല, ഈ ലായനിയിൽ ലയിച്ചില്ലാതെ പല്ലിനെ വരെ അങ്ങനെ ലയിപ്പിക്കാൻ കുറഞ്ഞ ദിവസം കൊണ്ട് കഴിയുന്ന ഒരു മാരക വിഷമാണ് കോളയെങ്കിൽ മനുഷ്യൻ എങ്ങനെ കഴിക്കാൻ കഴിയും? നല്ല ഭക്ഷണം കഴിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ല വായു ശ്വസിക്കുക, നല്ല വർത്തമാനം പറയാം. ആരോഗ്യമാണ്, അതാണ് ആരോഗ്യം. ആരോഗ്യത്തിന്റെ മുദ്രാവാക്യം തന്നെ അതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ എന്താ? സാമൂഹികമായും മതപരമായുമുള്ള, പണ്ടെന്താ പറഞ്ഞിരുന്നത്? പണ്ട് പറഞ്ഞിരുന്നതിന്റെ ഒക്കെ അപ്പുറത്ത് മതപരമായുമുള്ള സുസ്ഥിരതക്കാണ് ആരോഗ്യം എന്ന് പറയുന്നതാണ് പുതിയ
പഠനം. അതുകൊണ്ട് ആ മേഖലയിലേക്ക് കടന്നു പോകണം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ ഡിഗ്രിക്ക് എത്രയോ ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തായിരുന്നു പഠിച്ച്. എല്ലാവരും എൻ്റെ ചക്കരയിൽ ഈച്ച പൊതിഞ്ഞ പോലെ നെയ്സുമാർ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ ചുറ്റിലിരിക്കുക, എല്ലാവരെയും ചെന്ന് കാണും ഞാൻ. എല്ലാ ക്ലാസ്സിലും ഒഴിവ് കിട്ടുമ്പോൾ വെറുതെ അങ്ങോട്ട് ഇടിച്ചു കയറി പരിചയപ്പെടും. എന്താ മോൻ്റെ പേര്? രാകേഷ്. രാകേഷ്, എന്തൊക്കെയാ വീട്ടിലെ വിശേഷങ്ങൾ? എന്നതൊക്കെയാണ്. എന്താ നീ ഇങ്ങനെ, എന്താ നിനക്കൊരു മൗനം എന്ന് ചോദിച്ചാൽ തന്നെ അവൻ്റെ എല്ലാ ടെൻഷനും അവസാനിച്ചു. പിന്നെ അവൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് അവൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറയും. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് മനസ്സിലാക്കി, ഒരു ഹിന്ദു ആണെങ്കിൽ ഞാൻ അവന്റെ വേദം വെച്ച് എങ്ങനെ സംസാരിക്കും, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവന്റെ വേദം വെച്ച്, ഒരു മുസ്ലിമാണെ അത് പറയും. ഇനി എല്ലാവർക്കും ഇസ്ലാമാണ് പറഞ്ഞു, അതാണ് പറഞ്ഞു. അത് പറയുമ്പോൾ അവരിങ്ങനെ ജീവിതത്തിൽ പിച്ച വെച്ച് ഇങ്ങനെ നടക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ കയ്യിൽ മുറുക്കി ഒരു പ്രഭാഷണം കഴിഞ്ഞാൽ പറഞ്ഞു, ഇല്ല ഇനി ഒരിക്കലും മദ്യപിക്കൂല, ഇനി ഒരിക്കലും. എന്താ ഇങ്ങനെ പറയാൻ? സ്വന്തം മകളെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് മാരകമായ പരിക്ക് പറ്റി, പിന്നെ അവൾക്ക് മൂത്രമൊഴിക്കാൻ പോലും കഴിയാതെ അവിടെ കരഞ്ഞ് കണ്ടടങ്ങളൊക്കെ കലങ്ങി നിൽക്കുന്ന ഈ വിഷയം ഞാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ അങ്ങനെ ഒരു മകളുടെ പിക്ചർ പറഞ്ഞപ്പോൾ അത് അയാളുടെ പിക്ചറായിരുന്നു, അയാളുടെ ചരിത്രമായിരുന്നു. അതുകൊണ്ട് അയാൾ കരഞ്ഞ്. നമുക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മാറി ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും, ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇനി പുറത്തു പോകുമ്പോൾ 21 ദിവസം അടയിരുന്ന് പ്യൂപ്പയിൽ നിന്ന് നല്ലൊരു പൂമ്പാറ്റ പുറത്തു പോകുന്ന പോലെ നല്ല ചിന്തകളുമായി നിങ്ങൾ പുറത്തേക്ക് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം. സമയമായിട്ടുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മറ്റ് സ്പോർട്സോ എന്തൊക്കെയുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനത്തില്. അപ്പം ഇനിയുണ്ടോ ഫഹീം? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നന്മ വരട്ടെ എല്ലാവർക്കും. ഈ ചാൻസ് ഇനിയും ഉണ്ടാവും പറയടാ, ഇനിയും ഉണ്ടാവും. എല്ലാവർക്കും നന്മ വരട്ടെ. കഴിഞ്ഞുപോയ സംസാരത്തിനും ശ്രദ്ധിച്ച സദസ്സിനും നന്ദി പറയാനായി നമ്മുടെ അധ്യാപകൻ മനോജ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Good afternoon, sir, and my dear students. സാർ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കുറെ സംഭവങ്ങളുണ്ട്. ലൈക്ക് കുറെ എക്സാമ്പിൾസ്, പശു പുല്ല് തിന്നുന്നത്. ബിക്കോസ് മറ്റേ രീതിയിൽ അത് ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് കുറെ സെൻസ് ഉണ്ട്. വി യൂസ് ഇറ്റ് ഇൻ ദി റോങ് സെൻസ്. ഓക്കെ. ആൻഡ് അനദർ തിങ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. നിങ്ങൾ എവിടെ എത്തണം എന്നുള്ളത് നിങ്ങളുടെ ചിന്ത നിങ്ങളെ എത്തിക്കും. I will give you a small story. ഒരു ഫാമിലിയിൽ two brothers, ഒരാള് ഫുൾ ടൈം ഈസ് ഡ്രങ്ക്, വെള്ളടിച്ചോണ്ടിരിക്കും. മറ്റേ ആൾക്ക് ഒരു ശീലവും ഇല്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, അതിനകത്ത് തേർഡ് പേഴ്സൺ പബ്ലിക് പോയി ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ആയിപ്പോ, എപ്പോഴും വെള്ളടിച്ചിട്ടാണല്ലോ, എന്താ പ്രശ്നം? ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് ഇങ്ങനെ ഇതായതാന്ന്. വെള്ളടിക്കും. ബിക്കോസ് ഹിസ് ഫാദർ ഓൾവേസ് യൂസ് ടു ഡ്രിങ്ക്. ഫാദർ 24 മണിക്കൂറും കുടിച്ചോണ്ടിരിക്കുമ്പോൾ അതിനെ കണ്ടിട്ട് അവൻ അങ്ങനെ ആയിപ്പോയി. മറ്റേ അവന്റെ ബ്രദറിന്റെ അടുത്ത് പോയി ചോദിച്ചു, നീ എന്താ ഇങ്ങനെ, നിന്റെ ബ്രദർ ഫുൾ ടൈം വെള്ളത്തിലാണല്ലേ? ചോദിച്ചപ്പോ നിന്റെ അച്ഛനെ കണ്ടിട്ടാന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരു സ്വഭാവം ഇല്ല, വെള്ളടിയില്ല, സിഗരറ്റ് ഇല്ല, ഒന്നുമില്ല, നീ എന്താ ഇങ്ങനെ ചോദിച്ചു. ആ ബ്രദർ പറഞ്ഞു, എന്റെ അച്ഛനെ കണ്ടിട്ടാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു. ബ്രദേഴ്സ് സെയിം ആൻസർ, എന്റെ അച്ഛനെ കണ്ടിട്ട് എന്റെ സ്വഭാവം ഇങ്ങനെ ആയി എന്ന്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിയർ ആറ്റിറ്റ്യൂഡ്. ഒരാള് അച്ഛന്റെ ചീത്ത സ്വഭാവം എടുത്തു, മറ്റൊരാൾ അച്ഛന്റെ സ്വഭാവം കിട്ടിട്ട് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു. സോ യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ഡിറ്റർമിൻ യുവർ ആൾട്ടിറ്റ്യൂഡ്. നീ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് യു ഹാവ് ടു ഡിസൈഡ്. ലൈവ് എക്സാമ്പിൾ ഈസ് മീ. There was situation like which I came out and I have never touched it. Okay, after that time, so I decided not to go for it, not to go behind it, and I stopped it. അതുകൊണ്ട് എന്തായി, എനിക്ക് കുറെ ആൾക്കാർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റി. ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നതെന്ന് വെച്ചാൽ ഐ കോൾ ദം ടു മൈ ഡിപ്പാർട്ട്മെന്റ്, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും, പിക്ചേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കും, ഓറൽ ക്യാൻസർ, ഡിഫറെന്റ്. ഐ ട്രൈ ടു മോട്ടിവേറ്റ് ദം ടു കം ഔട്ട് ഓഫ് ഇറ്റ്. സോ ജസ്റ്റ് ഡു എ ബിറ്റ്. എന്തൊക്കെ ഇവിടെ കേട്ടോ അത് നിങ്ങൾ തമ്മിൽ ഉള്ളിൽ വെക്കാണ്ട് ട്രൈ ടു സ്പ്രെഡ് ദ മെസ്സേജ്. ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിൽ ഈ ഹാളിൽ ഒരു 50 100 കുട്ടികളുണ്ടെങ്കിൽ ഈച്ച് വൺ 2 പേരെടുത്ത് പറഞ്ഞാൽ മതി.
it will pass on. So whatever message you learn, whatever knowledge you get from the classroom, here or anywhere, if it is a good message, convey it. And I take this opportunity to thank Mujahid Balusheri sir. ദൂരത്തുനിന്ന് വന്നിരിക്കുകയാണ് ഓൺ എ പേർപ്പസ്ഫുൾ നോട്ട്. വന്ന് നമ്മൾ പറയുമ്പോൾ കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഈ ഹാളിലുള്ള ഇതിലൊരു 2 കുട്ടികൾ ഒരു ഡിസിഷൻ എടുത്താലും കൂടെ ഇറ്റ്സ് എ സക്സസ് ഫോർ ഹിം. I take this opportunity to thank him for being with us for the day. Thank you, sir. Principal Dr. K.T. Varki, sir. ഏതൊരു മീറ്റിംഗ് എടുത്താലും വാട്ട് എവർ ബി ദ പ്രോഗ്രാം മൂപ്പരില്ലാണ്ട് ഇവിടെ ഉണ്ടായിട്ടില്ല for the last 10 or 11 years. ആൻഡ് ഇങ്ങനത്തെ ഒരു ഐഡിയ എന്തെങ്കിലും എനി സർവീസ് ഓറിയന്റഡ് എനി പ്രോജക്ട് എനി ഗുഡ് സർവീസ് നമ്മൾ ഒപ്പീനിയൻ കൊണ്ടുപോയി മൂപ്പര് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹി ഹാസ് ഓൾറെഡി ഓൾവേസ് പെർമിറ്റഡ് us to go ahead. And in his absence, I take this opportunity to thank Varki sir and Vice Principal C.K. Venkateshan sir, Vice Principal and Controller of Examination. Velliya joliyana, but still he found time to be with us. I thank our Vice Principal and Controller of Examination, Venkateshan sir, the organizers for the program, the volunteers. അവര് നിങ്ങളിൽ ഒരു നല്ലത്